നിലത്തും അതുപോലെ ഡ്രമ്മിലും നടാൻ പറ്റിയ ഒരു അടിപൊളി മാവാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരിനം മാവാണിത്. മാങ്ങയുടെ തോലിന് നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ പുഴുക്കുത്തിൻ്റെ ശല്യം തീരെ ഇല്ലെന്ന് തന്നെ പറയാം. അത്യാവശ്യം നാരുകൾ അടങ്ങിയൊരു മാങ്ങയാണ്. അതുപോലെ തന്നെ പഴുത്ത് വരുമ്പോൾ നല്ല ഒരു റെഡിഷ് ഓറഞ്ച് കളറാണ് ഇതിൻ്റെ തോലിന്. അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുള്ളൊരു മാങ്ങയാണ്. നല്ല രോഗപ്രതിരോധ ശേഷിയുള്ളൊരു മാവാണ്. അതുപോലെ തന്നെ കീടശല്യം തീരെ കുറവാണ്. തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്കൊക്കെ ഈ മാങ്ങ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാനീ പറയുന്നത് തിരുവനന്തപുരം ജില്ലക്കാരുടെ പ്രിയപ്പെട്ട മാങ്ങയായ കോട്ടൂർ കോണം എന്ന് പറഞ്ഞ മാവാണ്. ഈ വർഷം ഞങ്ങൾക്ക് ലഭിച്ച വിളവാണ് ഈ കാണുന്നത്. ഒരുപാട് മാങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ കോണം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇത് ആദ്യമായി കൃഷി ചെയ്യപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. കോട്ടൂർ കോണം, കോട്ടുകോണം എന്നൊക്കെ പേരുകളിൽ ഈ മാങ്ങ അറിയപ്പെടുന്നു. പഴുത്ത് കഴിയുമ്പോൾ ഈ മാങ്ങ ഇതുപോലെ ഒരു ഡാർക്ക് ഓറഞ്ച് നിറത്തിലേക്ക് മാറും. കാണാനും നല്ല ഭംഗിയുള്ളൊരു മാങ്ങയാണ് കോട്ടൂർ കോണം. വിളഞ്ഞ മാങ്ങകൾ നോക്കി അത് പ്രത്യേകം ഓരോ പേപ്പറിലായിട്ട് പൊതിഞ്ഞ് ഒരു ബോക്സിൽ വൈക്കോൽ നിറച്ച് അതിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ മാങ്ങ വളരെ പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടും. പ്രത്യേകമായിട്ട് പേപ്പറിൽ പൊതിയുന്നത് കൊണ്ട് അണുബാധ, ക്രോസ് ഇൻഫെക്ഷനും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാം നന്നായിട്ട് പഴുത്ത് ഇൻഫെക്ഷനൊന്നും ഇല്ലാണ്ട് കിട്ടും. മാങ്ങ പഴുപ്പിക്കാനായിട്ട് മറ്റൊരു ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ വേറെ പഴുത്ത മാങ്ങകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ മാങ്ങകളുടെ, അതായത് നമ്മൾ പഴുപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മാങ്ങയുടെ കൂട്ടത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് പഴുത്ത് കിട്ടും. അതായത് ഈ പഴുത്ത മാങ്ങയിൽ നിന്ന് എത്തിലീൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ റിലീസ് ചെയ്യും. അതുവഴി നമ്മുടെ മാങ്ങയും പെട്ടെന്ന് പഴുത്ത് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് നമ്മൾ നടാനായിട്ട് എടുക്കുന്നതെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഗ്രാഫ്റ്റ് ചെയ്ത ആ ഒരു ഭാഗം എപ്പോഴും മണ്ണിന് മുകളിൽ വരുന്ന ഭാഗത്തായിട്ട് വേണം നമ്മൾ കുഴിയിൽ നടാനായിട്ട്.